തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിന്റെ നടതുറപ്പ് മഹോത്സവത്തിന് ജനുവരി 2-ന് സമാരംഭം. ആലുവ പെരിയാറിന്റെ തീരത്ത് വെള്ളാരപ്പള്ളി തെക്കുംഭാഗം കരയിലാണ് പ്രസിദ്ധമായ തിരുവൈരാണിക്കുളം ക്ഷേത്രം. മഹോത്സവത്തിനായി ലക്ഷക്കണക്കിന് ഭക്തരാണ് എത്തുക. ശിവന്റെയും പാർവതിയുടെയും പ്രതിഷ്ഠകളാണ് ഇവിടെയുള്ളത്. ശിവൻ മുഖ്യ പ്രതിഷ്ഠകളിലൊന്നാണെങ്കിലും പാർവതി ദേവിക്കാണ് കൂടുതൽ പ്രസിദ്ധി. സ്ത്രീകൾ യഥേഷ്ടമായി എത്തുന്ന കേരളത്തിലെ അത്യപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് ഇത്. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിന് സ്ത്രീകളുടെ ശബരിമല എന്നൊരു അപരനാമവുമുണ്ട്. ആലുവ ശ്രീമൂലനഗരം വെള്ളാരപ്പള്ളി ഗ്രാമത്തിൽ പെരിയാറിന്റെ വടക്കേക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രം. മൃത്യുഞ്ജയനായ ശിവനും ആദിപരാശക്തിയായ പാർവതിയുമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠകൾ. ഉപദേവതകളായി ഗണപതി, അയ്യപ്പൻ, മഹാവിഷ്ണു, സതീദേവി, ഭദ്രകാളി, നാഗദൈവങ്ങൾ എന്നിവർക്കും ഇവിടെ പ്രതിഷ്ഠകളുണ്ട്. ശിവനെ കിഴക്കുഭാഗത്തേക്കും ശ്രീപാർവതിയെ പടിഞ്ഞാറുഭാഗത്തേക്കും ദർശനമായി ഒരേ ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഭക്തജനങ്ങളിൽ നല്ലൊരു വിഭാഗവും സ്ത്രീകളാണ്. സ്ത്രീകൾക്ക് തന്നെയാണ് ഇവിടെ പ്രാധാന്യം. ശ്രീപാർവതി ദേവി ഒരു നവവധുവായിട്ടാണ് ഇവിടെ പ്രതിഷ്ഠ എന്നാണ് പറയണത്. നവവധു എന്ന് പറയുമ്പോൾ വിവാഹം കഴിഞ്ഞിട്ട് അത്ര ദിവസമായിട്ടുള്ളൂ. അപ്പോൾ എപ്പോഴും ചുറ്റും സഖിമാർ വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭഗവതിക്ക് എപ്പോഴും സ്ത്രീകൾ മുൻപിൽ ഇങ്ങനെ നല്ല ആടയാഭരണങ്ങളൊക്കെ അണിഞ്ഞ് അവരെ വളരെ സന്തോഷമായിട്ട് അവർക്കാണ് പ്രാധാന്യം. അവരാണ് മംഗല്യത്തിനും ഭർത്താക്കന്മാരുടെയും കുഞ്ഞുങ്ങളുടെയും എല്ലാം അഭിവൃദ്ധിക്കും അമ്മയെ ആശ്രയിക്കുന്നത് ഈ സ്ത്രീകൾക്കാണ് പ്രാധാന്യം. സ്ത്രീകൾ തന്നെയാണ് ഇവിടെ അമ്മയെ ഏറ്റവും കൂടുതൽ ആണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം സ്ത്രീകൾക്ക് പ്രാധാന്യം. ശബരിമലയിലേക്ക് സ്ത്രീകൾക്ക് പാടില്ലല്ലോ. പക്ഷേ നേരെ വിപരീതമാണ്. ഇവിടെ സ്ത്രീകളെ മുൻപിൽ കണ്ടാലാണ് അമ്മയ്ക്ക് തൃപ്തിയാവുക. അതിൽ പ്രായവ്യത്യാസമൊന്നുമില്ല. കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായവർ വരെ, പ്രത്യേകിച്ച് നവവധുക്കൾ, പിന്നെ മംഗല്യ ഇത് അവർ ചേർന്ന് നിന്ന് ഭാര്യയും ഭർത്താവും ആണെങ്കിലും അങ്ങനെ ഒരു നിയമം കൂടി ഇത് ഭഗവതിക്ക് അമ്മയ്ക്ക് ഇഷ്ടമാണ്. അതാണ് അമ്മയ്ക്ക് അങ്ങനെ കാണുന്നത് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ തന്മൂലം കുംഭമാസത്തിൽ തിരുവാതിര നാളിൽ ആറാട്ടായി 8 ദിവസത്തെ ഉത്സവമുണ്ട്. ഇവ കൂടാതെ ശിവരാത്രി, നവരാത്രി, മണ്ഡലകാലം തുടങ്ങിയവയും ഇവിടെ വിശേഷമാണ്. അകവൂർ, വെടിയൂർ, വെൺമണി എന്നീ 3 ഇല്ലക്കാർ ചേർന്ന ഒരു ട്രസ്റ്റാണ് ക്ഷേത്രഭരണം നടത്തുന്നത്. അതായത് ഇവിടെ ആദ്യ കാലഘട്ടത്തിൽ ഇവിടെ പ്രതിഷ്ഠ കഴിഞ്ഞപ്പോഴേ പാർവതീദേവിയുടെയും ശിവൻ്റെയും നട എല്ലാ ദിവസങ്ങളും തുറന്നിരുന്നു. അപ്പം അങ്ങനെ അന്നത്തെ ഒരു പതിവ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ശിവന് വേണ്ട എല്ലാ ദ്രവ്യങ്ങളും, അതായത് പായസത്തിനും അതുപോലെ തന്നെ നേദ്യത്തിനും വേണ്ട എല്ലാ സാധനങ്ങളും തിടപ്പള്ളി കൊണ്ടുവയ്ക്കും. ശർക്കര, അവിൽ, അതുപോലെ തന്നെ നാളികേരം, അരി, ഇതെല്ലാം കൊണ്ടുവയ്ക്കും. അത് കഴിഞ്ഞ് ഇദ്ദേഹം ആ തിടപ്പള്ളിയുടെ വാതിലടച്ച് മേശാന്തി പോരും. മേശാന്തി പോന്ന് അഭിഷേകം, മലർ നിവേദ്യമൊക്കെ കഴിഞ്ഞ് തിരിച്ച് അവിടെ തിടപ്പള്ളി ചെന്ന് നോക്കുമ്പോൾ ഇതെല്ലാം പാകം ചെയ്തിരിക്കുന്ന കാണാം. ഇതൊരു വലിയൊരു അത്ഭുതമാണ്. കാരണം അതെല്ലാം കൊണ്ടുവച്ച് ആരാ ഇതിങ്ങനെ ഇതെല്ലാം പാകം ചെയ്യണമെന്ന് ഒരു അത്ഭുതമായിട്ട് തോന്നിയിരുന്നു. എന്നാൽ ആരും അവിടെ പോയി നോക്കാൻ പാടില്ല എന്നാണ് അലിഖിത നിയമം. അതുകൊണ്ട് ആരും പോയി നോക്കാറുമില്ല. പക്ഷേ കുറേ കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ഈ അകൂർ മനയിലെ ഒരു കാരണവർക്ക് അദ്ദേഹത്തിനൊരു ജിജ്ഞാസ തോന്നി. അദ്ദേഹം വലിയ ഭക്തനാണ്, വലിയ ശിവഭക്തനാണ്. എങ്കിലും അദ്ദേഹം അത് തിടപ്പള്ളിയുടെ വാതിൽ തുറന്നു നോക്കി ഒരു ദിവസം. അത് നോക്കിയപ്പോൾ പാർവതീദേവി തന്നെ സർവാഭര വിഭൂഷിതയായിട്ട് ഈ തിടപ്പള്ളിയിൽ ഇതെല്ലാം പാകം ചെയ്തതായിട്ട് കാണാൻ കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹം അയ്യോ അമ്മയെ നികുതമ്പികയെ എന്ന് ഉറക്കം നിലവിളിച്ചു. ഇത് കണ്ടപ്പോൾ പാർവതീദേവിക്ക് യഥാർത്ഥ കോപം ഉണ്ടായത്. കാരണം ഭക്തനാണെങ്കിലും അടുത്താത്തത് ചെയ്യുമ്പോൾ, ഇതിൻ്റെ ഉടമസ്ഥനാണെങ്കിലും അതിവാഴത്തത് ചെയ്യുമ്പോൾ ഇനി എൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വേഗം അദ്ദേഹം കാൽക്കൽ വീണു. അയ്യോ ക്ഷമിക്കണം, എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. അപ്പോൾ പാർവതീദേവി പറഞ്ഞു ഇനി എൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടാവില്ല. അപ്പോൾ എല്ലാ ഭക്തജനങ്ങൾക്ക് വഴിയിടെങ്കിലും ഇവിടെ സാന്നിധ്യം ഉണ്ടാവണം എന്നും അതുപോലെ തന്നെ ദർശനം നൽകാനുള്ള അവസരം ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞപ്പോൾ പാർവതീദേവി മനസ്സലിഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ ഭക്തിയൊക്കെ കണ്ടപ്പോൾ അന്ന് 12 ദിവസം എൻ്റെ സാന്നിധ്യം ഉണ്ടാവും. അന്ന് വരുന്നവർക്ക് ദർശനം നൽകും. ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ എൻ്റെ നട അടഞ്ഞു കിടക്കും. പക്ഷേ എന്നാലും എൻ്റെ സാന്നിധ്യം ആ ദിവസങ്ങളിൽ ഇവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞ് ദേവി അപ്രത്യക്ഷമായി എന്നാണ് വിശ്വാസം. ട്രസ്റ്റിനു കീഴിൽ നിരവധി പ്രവർത്തനങ്ങൾ നടന്നുവരുന്നുണ്ട്. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ നടതുറപ്പ് മഹോത്സവത്തിനുള്ള സജ്ജീകരണങ്ങൾ ആരംഭിച്ചതായി ക്ഷേത്രം പ്രസിഡന്റ് എ മോഹൻകുമാർ പറഞ്ഞു.
ഇവിടുത്തെ നടതുറപ്പ് മഹോത്സവത്തിൻ്റെ ഒരുക്കങ്ങളെന്ന് പറഞ്ഞാൽ ഭക്തജനങ്ങൾക്ക് ക്യൂ നിൽക്കുന്നതിനുള്ള 2 വലിയ പന്തലുകൾ, സ്ഥിരം പന്തലുകളാണ്. അത് നിലവിലുണ്ട്. അതിലിപ്പോൾ ക്യൂ സിസ്റ്റം ഏതാണ്ട് അതിൻ്റെ പണികളൊക്കെ തീർന്നു കഴിഞ്ഞു. 2 തരം ക്യൂ ആണ് ഇവിടെ ഉള്ളത്. ഒന്ന് വെർച്വൽ ക്യൂവും മറ്റൊന്ന് ജനറൽ ക്യൂവും. ജനറൽ ക്യൂ ഏത് സമയത്ത് വരുന്നവർക്കും അതാത് സമയത്ത് വന്ന് ദർശനം നടത്താനുള്ള ഒരു സൗകര്യമുണ്ട്. വെർച്വൽ ക്യൂ എന്ന് പറയുന്നത് നമ്മൾ മുൻകൂട്ടി ബുക്ക് ചെയ്തതിന് ശേഷം അവർക്ക് സമയം കൊടുക്കുമ്പോൾ ആ സമയത്താണ് വന്ന് ദർശനം നടത്തുന്നത്. ക്ഷേത്രം കൺവീനർ MS അശോകൻ, ബ്രഹ്മശ്രീ അകവൂർ കുഞ്ഞനിയൻ നമ്പൂതിരിപ്പാട്, വെൺമണിമന കുടുംബാംഗം പത്മജ ടീച്ചർ, അകവൂർ കുടുംബാംഗം ഹരി എന്നിവരും ചടങ്ങുകളെക്കുറിച്ച് വിശദീകരിച്ചു. ായ കുട്ടികൾക്ക് വിവാഹപ്രായമെത്തിയ നിരവധി സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി പേര് നിർധനരായ കുടുംബങ്ങളെ തേടിപ്പിടിച്ചുകൊണ്ട്, അതായത് മംഗല്യം നടത്തിക്കൊടുക്കുന്ന ഒരു പ്രത്യേകത ഈ ക്ഷേത്രത്തിൻ്റെ. ഏകദേശം ഒരു 139 പേരോടത്തോളം മംഗല്യം ഞങ്ങൾ നടത്തി കഴിഞ്ഞു. ഒരു വർഷം ഏകദേശം ഒരു 10-12 പേരെ ഞങ്ങൾ തിരഞ്ഞെടുക്കാറുണ്ട്. അത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഞങ്ങൾക്കൊരു മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡം, ആ ക്രൈറ്റീരിയ ഉപയോഗിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ നിർധനരായ കുടുംബങ്ങളെ ഞങ്ങൾ കണ്ടെത്തുന്നത്. ധനുമാസത്തിൽ തിരുവാതിര നാൾ മുതൽ 12 ദിവസം മാത്രമേ ശ്രീപാർവതിയുടെ നട തുറക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ ഭക്തജന തിരക്ക് കൂടുതലാണ്. നടതുറപ്പുത്സവത്തിനായി വിവിധ സർക്കാർ വകുപ്പുകളുടെ ഒരുക്കങ്ങൾ നടന്നുവരികയാണ്. ആ മീറ്റിംഗ് വിളിച്ചു കഴിയുമ്പോൾ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ സഹകരണം ക്ഷേത്ര ട്രസ്റ്റിൻ്റെ ഉത്സവം നടത്തുന്നതിനുള്ള ഒരുക്കങ്ങൾക്ക് കൂടുതൽ കരുത്തു പകരുകയും അതനുസരിച്ച് മറ്റ് സംവിധാനങ്ങൾ ഒരുക്കി ഉത്സവം ഭംഗിയാക്കാൻ സഹായിക്കുകയും ചെയ്യുമെന്നുള്ളൊരു വിശ്വാസത്തിലാണ് ക്ഷേത്ര ട്രസ്റ്റ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തിരുവൈരാണിക്കുളം ക്ഷേത്രത്തിന്റെ ഉത്ഭവം ക്ഷേത്രം ഊരാള കുടുംബങ്ങളിലൊന്നായ അകവൂർ മനയുമായും പറയിപെറ്റ പന്തിരുകുലവുമായും ബന്ധപ്പെട്ടു നിൽക്കുന്നുവെന്ന്. വിവാഹ ആവശ്യങ്ങൾക്കും മറ്റുമായാണ് ഇവിടെ അധികം പേരും എത്തുക. പട്ടും താലിയും നടക്കിവെക്കുന്ന വഴിപാടുമുണ്ട്. ഭർത്താവിനും കുഞ്ഞുങ്ങൾക്കുമായും വഴിപാടുകളുണ്ടെന്ന് മേൽശാന്തി നാരായണൻ നമ്പൂതിരി പറഞ്ഞു. എല്ലാ ക്ഷേത്രങ്ങളിലുള്ള പോലെ തന്നെ മഹാദേവൻ്റെയും ശ്രീപാർവതിയുടെയും വഴിപാടുകളെല്ലാം ഇവിടെ നടത്തും. ഒപ്പം തന്നെ ഇവിടെ പ്രാധാന്യം വിവാഹ വിഷയങ്ങൾക്കാണ്. വിവാഹ വിഷയം മാത്രമല്ല, വിവാഹം കഴിഞ്ഞിട്ടുള്ള കുടുംബജീവിതം, അതിനും എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഇവിടെ പ്രധാനം. അത് ഇവിടെ ശ്രീപാർവതി മഹാദേവൻ്റെ കൂടെ താമസിക്കണമെന്നുള്ളതാണ്. ഒറ്റയ്ക്കുള്ള ശിവനല്ല, ശ്രീപാർവതി സമേതനായിട്ടുള്ളതാണ്. അതും പ്രത്യേകം പ്രതിഷ്ഠയുണ്ട്. ഈ 12 ദിവസം മാത്രമേ ഭഗവതിയെ ദർശിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആ സമയം വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ്. അപ്പോൾ ഈ കുട്ടികൾ വിവാഹ ആവശ്യങ്ങൾക്കാണെങ്കിൽ ഇവിടെ വന്ന് പട്ടും എണപ്പുടവ ചാർത്തുക എന്നാണ്. എടപ്പുടവയും വാൽക്കണ്ണാടിയും പട്ടുമൊക്കെ നടക്കി വെച്ച് പ്രാർത്ഥിക്കുക. അപ്പോൾ എന്തായാലും അടുത്ത കൊല്ലം അമ്മയുടെ നട തുറക്കുന്നതിന് മുമ്പേയൊക്കെ കാര്യങ്ങൾ സാധിച്ചു കിട്ടും. പിന്നെ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ പട്ടും താലിയും കൂടി നടക്കി വയ്ക്കുന്ന ഒരു സമ്പ്രദായമാണ്. അതിവിടെ വെച്ച് രണ്ടുപേരും കൂടി വിവാഹം കഴിഞ്ഞാൽ വധൂവരന്മാർ ഇവിടെ വന്ന് പട്ടും താലിയും നടക്കി വെച്ച് മഞ്ഞൾപ്പറയൊക്കെ നിറച്ച് പ്രാർത്ഥിച്ച് പോവുക. അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആ സമയത്ത് ചെയ്യുന്ന ഒരു വഴിപാട്. പിന്നെ സന്താന വിഷയങ്ങൾക്കൊക്കെ ഇവിടെ തൊട്ടിൽ നടക്കി വെച്ച് അമ്മയുടെ നടക്ക് തൊട്ടിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അത് വളരെ വിശേഷമാണ്. അതിനൊപ്പം തന്നെ കുട്ടികളുണ്ടായാൽ ഇവിടെ വന്ന് മഹാദേവൻ്റെ അടിമ കിടത്തി ചോറ് കൊടുത്തോളാൻ നേർന്ന് സമർപ്പിച്ച് പോയാൽ മതി. അപ്പോൾ അടുത്ത കൊല്ലമൊക്കെ ആകുമ്പോഴേക്കും കാര്യങ്ങളൊക്കെ സാധിക്കും. അങ്ങനെയാണ് കണ്ടുവരുന്നത്. മുമ്പ് തൃശൂർ ജില്ലയിലെ മാളയ്ക്കടുത്ത് ഐരാണിക്കുളത്തായിരുന്നു അകവൂർ മന സ്ഥിതി ചെയ്തിരുന്നത്. മനയിലെ നമ്പൂതിരിമാരാണ് ആ നാട് ഭരിച്ചിരുന്നത്. ഐരാണിക്കുളത്തെ പ്രസിദ്ധമായ മഹാദേവ ക്ഷേത്രത്തിന്റെ ഉടമസ്ഥരായിരുന്നവർ നിത്യേന അവിടെ ദർശനം നടത്തിപ്പോന്നു. കാലാന്തരത്തിൽ കുടുംബത്തിലുണ്ടായ ചില പ്രശ്നങ്ങൾ നിമിത്തം അകവൂർ മനയിലെ ഒരു ശാഖ പിരിഞ്ഞു പോവുകയും അവർ ആലുവ വെള്ളാരപ്പള്ളിയിൽ പെരിയാറിന്റെ കരയിലായി പുതിയ ഇല്ലം പണികഴിപ്പിച്ച് അവിടെ സ്ഥിരതാമസമാവുകയായിരുന്നു. ഇക്കാലത്താണ് പറയിപെറ്റ പന്തിരുകുലത്തിലെ അംഗമായ അകവൂർ ചാത്തൻ മനയിലെ ആശ്രിതനായി എത്തിയത്. ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ തന്നെ ചാത്തൻ മനയിലെ അംഗങ്ങൾക്ക് പ്രിയങ്കരനാവുകയായിരുന്നു. കുട്ടമന ക്ഷേത്രത്തെ പറ്റി പറയുകയാണെങ്കിൽ അത് ശങ്കരാചാര്യ സ്വാമികളുടെ ഒരു ശാപവും അനുഗ്രഹമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ഐതിഹ്യമാണുള്ളത്. ഏകദേശം ഒരു 1600 വർഷങ്ങൾക്ക് മുമ്പാണ് ശങ്കരാചാര്യർ
ഈ കുട്ടവന അമ്പലത്തിൽ വന്ന അത് കുട്ടവന ഒരു ഇല്ലക്കാരുടെ അമ്പലമായിരുന്നു. അത് കുട്ടവന എന്ന് പറഞ്ഞാൽ വളരെ പ്രശസ്തമായിട്ട് സാമ്പത്തികമായിട്ട് വളരെ ഉന്നതിയിലുള്ള ഒരു ഇല്ലായിരുന്നു. അവിടെ ഭിക്ഷയാചിച്ച് ശങ്കരാചാര്യർ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ അന്ന് ഏകാദശിയാണ്, ഇന്നിവിടെ ഒന്നും വച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ കാര്യമായിട്ടൊന്നും സ്വീകരിച്ചില്ല, ബഹുമാനപൂർവ്വം ഒന്നും സ്വീകരിച്ചില്ല. അപ്പോൾ അത് അദ്ദേഹത്തിന് എന്നിട്ട് അവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറക്കി വിട്ടു. അപ്പോൾ അതിൽ അതൃപ്തനായിട്ട് അദ്ദേഹം അവിടെ നിന്ന് അടുത്തുള്ള ഒരു ഇല്ലാണ് അഘോർമന, ഇവിടെയുള്ള അടുത്തുള്ള ഒരു പെരിയാറിൻ്റെ തീരത്തുള്ളൊരു ഇല്ലാണ് അഘോർമന. അവിടെ വന്നു കഴിഞ്ഞപ്പോൾ വളരെ ബഹുമാനപൂർവ്വം ആദരപൂർവ്വം അദ്ദേഹത്തിനെ സ്വീകരിച്ച് ഭക്ഷണമൊക്കെ നൽകി അദ്ദേഹത്തിന് യാത്രയാക്കി. അതിൽ വളരെ സന്തുഷ്ടനായ അദ്ദേഹം കുട്ടവന സ്വത്ത് മുഴുവൻ ഇനി അഘോർമനക്കിലേക്ക് ലയിക്കട്ടെ എന്ന് പറഞ്ഞ് ശപിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് അഘോർമനക്കിലേക്ക് ഈ സ്വത്ത് വന്നു ചേർന്നത്. അത് കുട്ടവന അവരുടെ സന്താനങ്ങൾ ഇല്ലാതെയായി. അവസാനം അത് രാജാവിൻ്റെ കയ്യിലായി. രാജാവ് പിന്നെ അവരത് ഒരു മനയിലെ സ്വത്ത് ഏറ്റെടുക്കില്ല. അപ്പോൾ ആ രാജാവ് അടുത്തുള്ള മനയായിട്ടുള്ള അഘോർമനക്കിലേക്ക് ആ സ്വത്ത് എഴുതി കൊടുക്കുകയാണ് ഉണ്ടായത്. UTV ന്യൂസ്, പാലക്കാട്.